ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. നടിയെ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ദിലീപിനെ കാണുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു വിരോധവും ദേഷ്യമായിരുന്നു. പക്ഷേ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയുടെ സഹോദരൻ ഫിറോസിന്റെ ഈ വാക്കുകൾ കണ്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹം ദിലീപിനോട്. ഇത്രമാത്രം കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നടൻ വേറെ ഉണ്ടാവോ? ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവരെ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ ഹനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാന്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എന്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു ഹനീഫ് ഖാന്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും. 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് ഇവരൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളണമെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം. അവിടെയാണ് ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിലൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്തു നിന്നു. പള്ളിയിൽ ബാങ്ക് കൊടുത്താണ് ഞങ്ങൾ കയറിയത്. ഇത്രയും ആ കുടുംബത്തോട് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും. ദിലീപേട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിന്റെ ഒരു അംശം പോലും ഞാൻ തിരിച്ചു ചെയ്തിട്ടില്ല ഫിറോസ് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇന്നിപ്പോ അശോകേട്ടൻ പോയ സമയത്ത് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ലൊരു ഇമോഷണൽ ആയിരുന്നു. ഈ ഒരു കുടുംബം, ഹനീഫ് ഖാന്റെ കുടുംബത്തെ വെച്ചാൽ മലയാളികൾ സ്നേഹത്തോടെ നെഞ്ചിലേറ്റ കുടുംബമാണ്. അവരെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്നോടൊക്കെ ചോദിക്കല് ഹനീഫ് ഖാന്റെ ഭാര്യയും മക്കളും സുഖാണ്. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വേറൊരു ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു. സഫ മറവ എന്ന പേര് പോലും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഹനീഫ് ഖാന്റെ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഹനീഫ് ഖാന്റെ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരെയും ഒരേപോലെ, കുടുംബത്തിനെ ആയാലും എല്ലാം ഒരേപോലെ കണ്ടൊരാളാണ്. ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു കൂടിയാണ്. തീർച്ചയായിട്ടും. ഹനീഫ് ഖാൻ വേറൊന്നുകൂടി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണുന്ന ഹനീഫ് ഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ. പക്ഷെ ഇന്ന് ദിലീപേട്ടനൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മോർണിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ പിന്നിൽ ബിഹൈൻഡ് ദ സ്ക്രീന് ഹനീഫ് ഖാന്റെ ഒരു ഇടപെടൽ, അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഇടപെടൽ, അത് ശരിക്കും അതിന്റെ ഒരു അഭാവം ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നാണ് ദിലീപേട്ടൻ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞത്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നുള്ളൊരു ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഹനീഫ് ഖാൻ. ഹനീഫയും ദിലീപ് എന്ന് പറഞ്ഞാൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ആ ഒരു വാഹനം ഓടിക്കാൻ കൊണ്ടുപോയിട്ട് ഒരു നിശ്ചിതമായിട്ടൊരു മാസം അഭിമാനിയായ ഹനീഫയുടെ കുടുംബത്തിന് ആ തുക കണ്ടെത്താൻ സഹായിച്ച ദിലീപ് ഉണ്ടല്ലോ, നിറഞ്ഞ നന്ദി നിങ്ങളോട്. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് നിങ്ങളോട് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കുടുംബത്തിന് 16 വർഷം വാടക വീട്ടിൽ കഴിഞ്ഞ ഹനീഫയുടെ കുടുംബത്തിന് ഒരു താങ്ങും തണലാവാൻ നിങ്ങൾ സാധിച്ചല്ലോ, നിങ്ങൾ കാരണമായല്ലെന്ന് ഓർക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹം. ഇന്ന് പാലുകാച്ചൽ ഈ ഒരു ദിലീപും ഈ വീട്ടുകാരും കൂടി ചേർന്നാണ് നിർവഹിച്ചത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഹനീഫകൾക്ക് ദിലീപിന്റെ ഒരു സമ്മാനം.